അപ്പൊ അവന് സൈഡ് എഫക്ട് വരുമോ ഇവന്? ഇത് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അത് കുറയുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ കഴിക്കുന്ന ഗുളികയാണ് ഐപ്പിൽ എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടത് ടൈമിങ്ങിനുള്ള ഗുളികയാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നീ പ്രഗ്നന്റ് ആവോ? സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലല്ലോ ചേച്ചി? അല്ല കുഴപ്പമില്ല, ഇവനെ അടിച്ചാ പ്രഗ്നന്റ് ആവത്തില്ലല്ലോ. ഇവൻ എന്നെ വിശ്വസിക്കടാ. ഞാൻ വിശ്വസിച്ച് പോയതാണ്, ഞാൻ ചെയ്ത് തെറ്റ്. ഇവൻ കഴിക്കും. ആവില്ല. കഴിച്ചവന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി? അല്ല ഇത് കഴിച്ച പ്രഗ്നന്റ് ആവില്ല. നീ കഴിച്ചു നോക്ക്. ഒന്ന് കഴിക്കാം. അങ്ങനെ പ്രഗ്നന്റ് ആയ എന്തോ കൊടുക്കും. നമ്മള് വീട്ടിലെന്തോ പറയും. പോയില്ലേ? എടാ വന്നേ വാ. ഐപ്പിലുണ്ടോ? ഐപ്പില് ഇത് എങ്ങനെയാ ഇത് വർക്കിങ്? ചേട്ടന് വർക്കിങ് എങ്ങനെ? വർക്കിങ് 25 മണിക്കൂറായില്ലേ? അല്ല 48 മണിക്കൂർ വരെ ഇല്ലേ ഇതിന്റെ? ഞാനല്ലേ കഴിക്കണ്ടേ? എനിക്ക് റിസ്ക് ഇല്ലേ? നീ ഇങ്ങനെ പേടിക്കാതെ ഭായി. ഇത് കഴിച്ച് സൈഡ് എഫക്ട് ഇല്ലേ? സൈഡ് എഫക്ട് കഴിച്ചത് നന്നായിട്ട് തരില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് എടുത്തു തന്നേ ഉള്ളൂ. അപ്പൊ ഇവൻ കഴിച്ച സൈഡ് എഫക്ട് വരും ഇതിന്? നമുക്കറിയില്ല, അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ പറയില്ല. അപ്പൊ ഞങ്ങളെ കൊടുക്കില്ല. ഇവനപ്പൊ കഴിക്കാൻ പറ്റുമോ അത്? ഞങ്ങളതിനെ കുറിച്ചൊന്നും പറയില്ല. മിണ്ടായിരോ? അതിനെ കുറിച്ചൊന്നും പറയില്ല. നിങ്ങൾ ചോദിച്ചാൽ തരുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ 25 മണിക്കൂറായി ഏട്ടാ. ഞാനിപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞാല് ഇത് കഴിച്ചവരോട് ആരോടെങ്കിലും ചോദിക്കും. ഇപ്പൊ ഭാവിയിൽ ഇവന് സാബിയോട് പറഞ്ഞതാ, നീയല്ല ഞാനാ കഴിക്കണ്ടേ. എനിക്കാണ് ഫ്യൂച്ചറിൽ സൈഡ് എഫക്ട്സ് വരിക. സ്ത്രീകൾ കഴിക്കുന്ന ഗുളികയാണ്, പുരുഷന്മാരുടെ ഗുളികയാണ് അല്ലേ? അപ്പൊ ഇവന് ഇത് വർക്ക് ആവൂല. അങ്ങനെ സ്ത്രീകൾ കഴിക്കുന്ന ഗുളിക പുരുഷന്മാർക്ക് കഴിച്ചിട്ടുണ്ട് സാബി. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നീ പ്രഗ്നന്റ് ആവോ? അതിനെ കലക്കുന്നുണ്ടോ? എന്നേട്ടാ 25 മണിക്കൂർ കഴിഞ്ഞപ്പോ. അപ്പൊ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാല് ആ കഴിക്കുന്ന ആരാണ് ലേഡിന്ന് വെച്ചാൽ അവർക്ക് കൊണ്ട് കൊടുക്കും. അല്ല എനിക്കാണ്. നിനക്കെന്ത് പ്രശ്നം? ഞാൻ അവനോട് പറഞ്ഞതാ. അത് പറ്റിപ്പോയി. ഇപ്പൊ എന്തെടുക്കാൻ പറ്റും? അല്ല നിങ്ങൾ ഈ പറയുന്നത് രണ്ടുപേരും എന്നെ പൊട്ടനാക്കുവാണോ അതോ നിങ്ങൾ സ്വയം പൊട്ടന്മാരാകുമോ? എന്തോ സംഭവം. ഇത് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അത് കുറയുന്നില്ല ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ കഴിക്കുന്ന ഗുളികയാണ് ഐപ്പിൽ എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടത് ടൈമിങ്ങിനുള്ള ഗുളികയാണോ? അല്ല സാബി പറഞ്ഞതാണ് ഇത് കഴിച്ചോളാം എന്നോട്. എന്ത് നീ എന്താണ് ഉദ്ദേശിച്ചത്? ഇത് നിനക്ക് പണി തരാൻ കൊണ്ടെന്നാണ് ഇപ്പൊ ചോദിച്ചില്ലേ? സാബി പറഞ്ഞ് പ്രഗ്നന്റ് ആവാതിരിക്കാൻ വേണ്ടി കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ എന്തായിരുന്നു സ്ത്രീകളല്ലേ അന്ന് പറഞ്ഞു പറ്റിപ്പോയി. പോകും. സ്ത്രീകളല്ലേ ഞാൻ ഇല്ല. അപ്പൊ സേഫാ, പേടിക്കണ്ട. അപ്പൊ ചേച്ചി ഐപ്പിലുണ്ടോ? ആ അത് കാണിച്ചു. ആട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ റിസ്ക് ആന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ ഓൾറെഡി 25 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഞാൻ ഇനി ഇത് കഴിച്ചിട്ട് എന്താ കാര്യം? എത്ര മണിക്കൂറിനുള്ളിൽ കഴിയണം ചേച്ചി? 72 ഉണ്ട്. പക്ഷെ ഞാനല്ലേ കഴിക്കേണ്ടത്. സൈഡ് എഫക്ട്സ് ഒക്കെ എനിക്കല്ലേ വരിക? സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലല്ലോ ചേച്ചി? അല്ല കുഴപ്പമില്ല, ഇവനെ അടിച്ചാ പ്രഗ്നന്റ് ആവത്തില്ലല്ലോ. ഇവൻ കഴിച്ച് ഞാൻ പറഞ്ഞതല്ലേ. എന്തിനാ എന്നോട് ചെയ്തേ ഇങ്ങനെ? അത് 24 മണിക്കൂറിലേ ആയിട്ടോളൂ. 24 മണിക്കൂറിലേ ആയിട്ടോളൂ. ഞാനാണ്, എനിക്കാണ് സൈഡ് എഫക്ട്സ് തരിക. സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ ഇതിന്? റിസർച്ച് ചെയ്യാൻ എന്ത് വിശ്വസിച്ച് കഴിക്കുക? എന്നെ വിശ്വസിക്കടാ. ഞാൻ വിശ്വസിച്ച് പോയതാണ്, ഞാൻ ചെയ്ത് തെറ്റ് സാബി. ഇത് എത്ര 72 റിസ്ക് ഉണ്ട് ഇവൻ കഴിച്ചാ? ഇവൻ കഴിക്കും.
പ്രഗ്നന്റ് ആവാതിരിക്കാൻ? ആണുങ്ങൾ പറഞ്ഞാൽ ലേഡീസ് ഭാവില്ല ആവില്ല. സാബി ഫൈൻ. അപ്പൊ കുഴപ്പമില്ലല്ലേ? മനുഷ്യൻ എന്താണ് കുഞ്ഞു പിള്ളേരാണ് ഇപ്പൊ വിവരമൊന്നുമില്ല. എന്നോട് സാബിയ പറഞ്ഞത്. അപ്പൊ പ്രഗ്നന്റ് ആവില്ല. അല്ല ഞാൻ നിങ്ങൾ എന്താ ചോദിച്ചു എനിക്ക് മനസ്സിലാവണം. ചേച്ചി ഐപ്പിലുണ്ടോ? 76. ഇത് എത്ര മണിക്കൂറുള്ളിൽ കഴിക്കണം ചേച്ചി? 8 hours. 25 മണിക്കൂറായില്ലേ? അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നല്ലേ കഴിച്ചതിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചേച്ചി? സാബിയല്ലേ പറഞ്ഞത് കഴിച്ച പ്രശ്നം ഉണ്ടാവില്ല? അല്ല, ഇത് കഴിച്ച പ്രഗ്നന്റ് ആവില്ല. നീ കഴിച്ചു നോക്ക്. ഇത് എത്ര മണിക്കൂറുള്ളിൽ കഴിക്കണത്? സൈഡ് എഫക്ട്സ് ഇല്ലേ? ഇതിന് നല്ല സൈഡ് എഫക്ട്സ് ഇല്ലേ? മിഞ്ഞാന്നല്ലേ ഈ ഒന്ന് വാങ്ങി തന്നെ? ഇത് ഇടക്കിടക്ക് കഴിച്ച പ്രശ്നമല്ലേ? സൈഡ് എഫക്ട്സ് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. തലകറക്കും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അതിന് ശേഷം. ഇതിനിപ്പോ ഭാവി പ്രഗ്നന്റ് ആവുക. അപ്പം ഇത് കഴിച്ച് സൈഡ് എഫക്ട് കാരണം എന്താ കുഴപ്പമില്ല. നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞതാ. നിനക്ക് നിന്റെ കാര്യം മാത്രം മതി. എനിക്കാണ് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരിക. കുഴപ്പമില്ല, അത് വീട്. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല അധികം. അങ്ങനെ കഴിക്കല്ലേ? പറ്റില്ല സാബി, എന്നോട് പറ്റില്ല. ആണല്ലേ? പറ്റില്ല സാബി. ഒന്ന് കഴിക്കാം. അങ്ങനെ പ്രഗ്നന്റ് എന്തോ കൊടുക്കും. നമ്മള് വീട്ടിലെന്തോ പറയും. നീ നോക്കിക്കോ. എന്താ ഞാനൊന്നും പറയാം, എന്നെ കൊണ്ട് പറ്റില്ല. പോയില്ലേ? എടാ വന്നേ വാ. കുഴപ്പമില്ല. ഒരു 48 മണിക്കൂറിനുള്ളിൽ കഴിച്ച സീനില്ലല്ലോ. കഴിക്ക്, കുഴപ്പമില്ല. ഇന്ന് കഴിച്ച ഗുളികയല്ലേ? എന്റെ വിശ്വാസത്തിലാണ് ഞാൻ ഒന്നുകൂടി കഴിക്കാം. കഴിഞ്ഞും ഞാനാണ് ഒരെണ്ണം കഴിച്ചത്. രണ്ടെണ്ണം പ്രശ്നമല്ലേ? നല്ല തലവേദന ഉണ്ടായിരുന്നു. ഐപ്പിലുണ്ടോ? കുഴപ്പമില്ല. ഇത് എത്ര മണിക്കൂറുള്ളിൽ കഴിക്കണം ഈ ഐപ്പില്? ഇപ്പൊ 24 ആയതല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പൊ അവന് സൈഡ് എഫക്ട് വരുമോ ഇവന്? കഴിഞ്ഞ ആഴ്ച വെച്ച് മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 48 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല, നീ കഴിച്ചു നോക്കത്. എല്ലാവർക്കും മനസ്സിലായോ? വീഡിയോ കണ്ടിട്ടുണ്ടോ? എന്താ പേരെന്താ എൻ്റെ? ഫായിസ് ഇബ്രാഹിം. കണ്ടിട്ടുണ്ടോ? എവിടെ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അനിയത്തി കാണാറുണ്ട്. ഓക്കെ, എനിവേ കണ്ടത് സന്തോഷം. ഫസ്റ്റ് വിചാരിച്ച് ഇതെന്താ, ഏത് യൂണിവേഴ്സാ വിചാരിച്ച്? ഓക്കെ, എന്ത് വേണ്ട നോമ്പാ. സമ്മാനം പറഞ്ഞു. എന്ത് സമ്മാനം വേണ്ടത്? ഞങ്ങളൊരു ചെറിയ ചാനലിൽ നിന്ന് വരാണ്. ചെറിയ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചാനലിന്റെ പേര്. ചേച്ചിയുടെ സ്ഥലം എവിടെയാ? ഇല്ല, ചേച്ചി കൺഫ്യൂഷനായി. ഇനിയിപ്പോ ആളുകൾ കഴിക്കുമല്ലേ? എന്താ ഇനിയിപ്പോ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പറ്റിക്കാൻ വന്നതാ. അങ്ങനെ കഴിക്കില്ല.
ഞങ്ങള് ജസ്റ്റ് ഒരു അപ്പുറത്ത് ചേച്ചിയില്ലേ അപ്പൊ അവിടെ പോയി ചേച്ചിനെ പറ്റിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ഇപ്പുറത്ത് പോയി പറ്റിക്കും. അത് പറഞ്ഞ് ഇത് ഒരു വട്ടം കഴിച്ചിട്ട് സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ പിന്നെ കഴിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞിട്ടാ ആള് പാവായിരുന്നു. ആള് പാവായിരുന്നു. കൺഫ്യൂഷൻ ആയി പോയി. അത് ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എന്താ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലെ കൂടി അമർത്തിയേക്കാം. അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അതുവരെ പീസ്.